السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. നമ്മുടെ 12ാമത്തെ ജുസ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോവാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്ത് ഹൂദാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി അവിടെ പറയുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ وهو الذي خلق السماوات والأرض في 6 أيام وكان عرشه على الماء ليبلوكم أيكم أحسن عملا ولئن قلت إنكم مبعوثون من بعد الموت ليقولن الذين كفروا إن هذا إلا سحر مبين. بارك الله لنا ولكم بالقرآن العظيم. ആമീൻ. ഇപ്പോൾ ആദ്യം ഇവിടെ പറയുന്നത് ഈ എല്ലാവരും മൃഗങ്ങൾക്കോ ദാബത്ത് എന്ന് പറയുമ്പോൾ എല്ലാ ജീവികൾക്കും, ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും അതിനുള്ള റിസ്ക്, അതിനുള്ള ഭക്ഷണം, അതിന് ആവശ്യമായ സാധനങ്ങളൊക്കെ നൽകൽ റബ്ബായ പടച്ച തമ്പുരാന്റെ ഉത്തരവാദിത്തമാണ്. എന്ന് വെച്ചാൽ അള്ളാഹു നൽകിയിരിക്കുന്നതാണ്. നമ്മൾ ഇത് ആലോചിച്ചാൽ മതി. നമ്മളെ മനുഷ്യന്മാർ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അഥവാ നമുക്ക് ഒരാൾ വിശന്നിരിക്കുകയാണെങ്കിൽ അയാൾ നമ്മൾക്ക് ഭക്ഷണം കൊടുക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ മൃഗങ്ങളെടുത്ത് നോക്കാം, എങ്ങനെയാണ് അവർക്ക് അള്ളാഹു അവരുടെ വയറ് നിറച്ചു കൊടുക്കുന്നത്, അവർക്ക് അള്ളാഹു അവരുടെ വിശപ്പ് മാറ്റി കൊടുക്കുന്നത്. നമ്മുടെ പക്ഷികളും പിന്നെ ആടും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ രാവിലെ പ്രതീക്ഷയോടെ പോകും, വൈകുന്നേരമാകുമ്പോൾ അവർ വയറ് പിന്നെന്താണ് വിശപ്പൊന്നില്ലാണ്ട് റാഹത്തായിട്ട് അവർ വരും. അത് അള്ളാഹു അത് ചെയ്തു കൊടുക്കുമെന്ന് അള്ളാഹു ഏറ്റെടുത്തതാണ്. അള്ളാഹു ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹു ഫി 6 അയ്യാം 6 ദിവസങ്ങളെ കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യമായിട്ടാണ് ഉള്ളത്. നമ്മളോട് ചോദിക്കപ്പെടാം, നിങ്ങളോട് എത്ര ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചത്? 6 ദിവസം കൊണ്ട്. എന്തിനാണ് ഈ 6 ദിവസം എന്ന് ചോദ്യമുണ്ട്. അള്ളാഹുക്ക് ഒരു പെട്ടെന്ന്, അള്ളാഹു പറയുമ്പോൾ സർവശക്തനാണ്, സർവജ്ഞനാണ്, സർവധിപനാണ്, എല്ലാം കഴിവുള്ളവനാണ്. എന്തിനാണ് 6 ദിവസം? അത് നമുക്ക് മനുഷ്യന്മാരായ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകളായ ആൾക്കാർക്ക് ഒരു അറിവ്, ഒരു പാഠം പഠിപ്പിക്കുകയാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഗ്രാജുവലി ചെയ്യണം, അല്ലെങ്കിൽ മെല്ലെ മെല്ലെ ചെയ്യണം, ഘട്ടം ഘട്ടമായി വളരെ പിന്നെ സാവധാനത്തോടെ ചെയ്യണം എന്നാണ് അവിടെ ഒരു പാഠം. അതാണ് അവിടെ പറയാനുള്ളത്. ഇനി അടുത്തത്, അള്ളാഹു മുമ്പ് നമ്മൾ പറഞ്ഞൊരു വിഷയമാണ്. 13ാമത്തെ ആയത്തിലൂടെ പറയുന്നത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ, സാധിക്കുമോ? അതായത് ഖുർആനിന്റെ ആയത്ത് എന്താ പറയാ, ഈ അം യഖൂലൂന ഇഫ്തറാ, അവർ ഈ ഖുർആന് കെട്ടിച്ചമച്ചതാണ്, അത് എന്താ പറയാ, ഉണ്ടാക്കിയതാണ്, മനുഷ്യന്മാരുണ്ടാക്കിയതാണ് അവർ പറയാണല്ലോ എന്നല്ല. ഖുൽ ഫഅ്തൂ ബിഅശ്രി സുഅരിൻ മിസ്ലിഹി മുഫ്തറയാത്തിൻ വദഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. അവര് കളവ് പറയാണ് നബിയെ, നിങ്ങൾ കളവ് പറയാണ്, ഈ ഖുർആൻ അല്ലാഹു അല്ല ഇറക്കിയതൊക്കെ പറയാണല്ലോ. എന്നാ വലിയ സാഹിത്യകാരന്മാരായ നിങ്ങൾ ഒരു 10 സൂറത്ത് കൊണ്ടുവന്നാൽ മതി, ചെറിയ സൂറത്തുകൾ 10 കൊണ്ടുപോവാ, നോക്കാം നമുക്ക്. അല്ലാഹു വെല്ലുവിളിക്കാൻ അല്ലാഹുവിടെ പറയാണ്. അപ്പൊ അവിടെ അവർക്ക് തന്നെ അത് സ്ഥാപിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കൂല, നിങ്ങൾ അശക്തരാണ്, ഇത് അമാനുഷികമാണ് എന്ന്. ഓക്കെ, അതാണ് അവിടെ വിഷയം. ആ വിഷയമാണ് അവിടെ പറയുന്നത്. അടുത്തതായിട്ട്
ഈ ഒരു സൂറത്തിന്റെ ഒരു മെയിൻ തീം എന്നുള്ളത് പിന്നെ ജനങ്ങൾ രണ്ട് രീതിയിലാണ്. ഒന്ന് ഹയാത്തുദ്ദീൻ, ഹയാത്തുദ്ദുന്യ, ദുനിയാവിൽ ജീവിക്കാൻ അവർ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മറ്റൊക്കെ ഉണ്ടാവും. ദുനിയാവ് എങ്ങനെയെങ്കിലും അവർക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ അവർക്ക് അതാണ് അവരുടെ വിഷയം, അവരുടെ ടെൻഷനും കൺസേണും ഒക്കെ അതാണ്. എങ്ങനെയെങ്കിലും ദുനിയാവ് എന്താ ചെയ്യുക പടച്ചോനെ, മക്കൾ വലുതായല്ലോ, കെട്ടിച്ചു കൊടുക്കണല്ലോ, വീടായിട്ടില്ലല്ലോ, അതാണ് അവരുടെ ടെൻഷൻ. സമ്പത്തില്ലല്ലോ, ജോലിയില്ലല്ലോ, അവരുടെ പ്രശ്നമാണത്. അതാണ് അവരുടെ മെയിൻ വിഷയം, അവരുടേത്. മറ്റൊരു വിഭാഗം അവരുടെ എന്നുള്ളത് ആഖിറമാണ്. ദുനിയാവ് അവർക്ക് എന്തായാലും പ്രശ്നമില്ല എന്നതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവ് വേണ്ട എന്നല്ല. റബ്ബന ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതുൻ വഖിനാ അദാബന്നാർ. അങ്ങനെ സ്വാലിഹീങ്ങളായ ആൾക്കാർ അങ്ങനെ ദുആ ചെയ്യുന്ന റബ്ബന ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസന. ദുനിയാവിലുള്ള ഹസനാത്തുകൾ, നന്മകൾ, ദുനിയാവിലുള്ള പിന്നെ അതിന്റെ നന്മകൾ അത് നീ തരണം അല്ലാഹ്, നീ നമുക്ക് നൽകണം, നമുക്ക് ആവശ്യമാണ്. അതുപോലെ വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, നന്മ വേണം, സ്വർഗം വേണം. അല്ലാഹുവേ നരകത്തിൽ നിന്ന് നമ്മളെ നീ രക്ഷിക്കണേ എന്ന് പറയുന്ന ദുആ നമ്മളെപ്പോഴും ദുആ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതാണ്. അതാണ് ഇവിടെ പറയുന്നത്. മസലുൽ ഫരീഖൈനി കൽഅഅമാ വൽ അസ്മി വൽ ബസീരി വസ്സമീഅ ഹൽ യസ്തവിയാനി മസലാ. അവർ രണ്ട് വിഭാഗം, ഈ പറഞ്ഞ രണ്ട് വിഭാഗം അവർ സമാന്മാരാണോ, അല്ലെങ്കിൽ അവർ രണ്ട് ഈക്വലാണോ? അല്ലല്ലോ. ആഖിറത്തിനെ പ്രാധാന്യം നൽകുന്ന ആൾക്കാർക്ക് അവർക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അവിടെ പറയുന്നത്. അടുത്ത വിഷയം ചർച്ച ചെയ്യുന്നത് നമ്മൾ ഈ 44-ാമത്തെ ആയത്തിലെ ഈ ഖുർആനിലുള്ള വലിയ വലിയ സംഭവങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹു അദാബ് നൽകിയ വിഷയത്തെ ഒരു ആയത്തിൽ ഒരവിടെ പറയുന്നുണ്ട്. നോക്ക്, 44-ാമത്തെ ആയത്ത്. വഖീല യാ അർളു ഇബ്ലഈ മാഅകി വയാ സമാഉ അഖ്ലഈ വഗീദൽ മാഉ വഖുദിയൽ അംറു വസ്തബത് അലൽ ജൂദിയ്യി വഖീല ബഅദൽ ലിൽ ഖൗമിൽ ളാലിമീൻ. അള്ളാഹു ഭൂമിയോട് വിഴുങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ചില സംഭവങ്ങളൊക്കെ നമുക്ക് ഹദീസിലൊക്കെ കാണാൻ പറ്റും. ചില ആൾക്കാരെ ഭൂമി വിഴുങ്ങുന്ന സമയം, അദാബായിട്ടും മറ്റുമൊക്കെ. അതേ സമയം ഭൂമിയിലുള്ള അല്ലെങ്കിൽ കടലിലുള്ള വെള്ളം വറ്റിപ്പോകുന്ന സംഭവങ്ങൾ, എവിടെയും വെള്ളം വറ്റിപ്പോകുന്ന സംഭവങ്ങൾ, ആകാശത്തിൽ നിന്ന് അദാബ് ഇറങ്ങുന്ന സമയം, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അതൊക്കെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹു പറയുമ്പോൾ അവരനുസരിക്കും. അതാണ് അവിടെ വിഷയം പറയുന്നത്. ഇനി അടുത്ത വിഷയം 112-ാമത്തെ ആയത്ത്. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ. പ്രവാചകർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ നിങ്ങൾ വയസ്സനായിട്ടുണ്ട്, അല്ലെങ്കിൽ നബി തങ്ങളിപ്പോൾ നമ്മളെ ഈ മുടിയൊക്കെ വെളുക്കൂലേ, അപ്പോൾ ഷയ്യബത്തിനി ഹൂദ് എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. എന്നെ ഹൂദാണ് എന്നെ വയസ്സനാക്കിയത്. ഹൂദ് സൂറത്ത് എന്തിനാണെന്നറിയോ? 112-ാമത്തെ ആയത്തിൽ അവിടെ പറയുന്നത് ഫസ്തഖിം കമാ ഉമിർത് വമൻ താബ മഅക് വലാ തതഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. ഫസ്തഖിം, ഇസ്തിഖാമത്തോടെ ജീവിക്കണേ നബിയെ, ഇസ്തിഖാമത്തോടെ കൂടെ ജീവിക്കണം. നമ്മൾക്കും കൂടിയാണ് അത്. നമ്മൾ ഇസ്തിഖാമത്തോടെ കൂടി ജീവിക്കണം. എന്താണ് ഇസ്തിഖാമത്ത് എന്നറിയോ? അള്ളാഹു നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അതനുസരിച്ച് കൺസിസ്റ്റൻസി നമ്മൾ പറയും, സ്ഥിരത. എന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് തന്നെ നിൽക്കുക, തെറ്റിലേക്ക് പോവാതെ അങ്ങനെ പിടിച്ചേക്കുക. അത് വലിയ കറാമത്ത് എന്നാണ് പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ ഇസ്തിഖാമത്ത് എന്നുള്ളതാണ് വലിയ കറാമത്ത് എന്നാണ്. നമ്മൾ ഈ കടലിന് മുകളിൽ വെള്ളത്തിലിങ്ങനെ നടക്കുക, ആകാശത്തിൽ പറക്കുക, അങ്ങനെയൊക്കെ എന്തെല്ലോ വിഷയങ്ങൾ, കറാമത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വലിയ കറാമത്ത് എന്നുള്ളത് ഇസ്തിഖാമത്താണ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ അള്ളാഹു പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ നന്മ ചെയ്യണം, ഇത് ചെയ്യരുത്, അതനുസരിച്ചിട്ട് ആ കൺസിസ്റ്റൻസി, സ്ഥിരതയോടെ നമ്മൾ ജീവിക്കുക, തെറ്റിലേക്ക് പോവാതെ അങ്ങനെ പിടിച്ചു നിർത്തി
നഫ്സിനെ പിടിച്ചു നിർത്തി, ശരീരത്തെ പിടിച്ചു നിർത്തി ജീവിക്കുന്നതാണ് വലിയ കറാമത്ത്. അപ്പം ഇതിനെ ഓർത്ത് ചിന്തിച്ച് നബി തങ്ങളെ തങ്ങളുടെ ഈ താടി രോമമൊക്കെ വെളുത്തിട്ടുണ്ടെന്ന് നമുക്ക് ചരിത്രം പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അവിടെ വിഷയം പറയുന്നത്. പിന്നെ അടുത്ത വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു 117 ആയത്തിൽ നോക്കിക്കോ. വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. നമ്മൾ ഇന്ന് നടക്കുന്ന സാഹചര്യം എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ രാഷ്ട്രീയപരമായിട്ടും മറ്റുമൊക്കെ നോക്കിയാൽ ഇവിടെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ പരിഹാരം നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു സംഭവം, എന്താണ്, വഅ്മുറൂ ബിൽ മഅറൂഫ് വൻതഹൂ അനിൽ മുൻകർ. നമ്മൾ നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മയെ നമ്മൾ നിരോധിക്കണം, നമ്മൾ എതിർക്കണം, നിഷേധിക്കണം. അത് നമ്മുടെ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. അത് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അവരെ ആശയത്തിലുള്ളൊരു ആയത്താണ്. അതായത് വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. അള്ളാഹു ഒരു ഗ്രാമത്തെയും അല്ലെങ്കിൽ ഒരു സമൂഹത്തെയും ഒരു കൂട്ടരെയും അള്ളാഹു നശിപ്പിക്കൂല, അള്ളാഹു അദാബറക്കൂല, അള്ളാഹു ബുദ്ധിമുട്ടിക്കൂല, അള്ളാഹു ശിക്ഷിക്കൂല, അള്ളാഹു അക്രമം കാണിക്കൂല. വഅഹ്ലുഹാ മുസ്ലിഹൂൻ. അതിൻ്റെ അഹ്ലുകാർ, ആ നാട്ടുകാർ നന്മയുടെ ആൾക്കാരാണെങ്കിൽ അള്ളാഹു അവരെ ബുദ്ധിമുട്ടിക്കൂല, അല്ലെങ്കിൽ അള്ളാഹു അവരെ ആക്രമിക്കൂല. പ്രശ്നം വരുന്നത് നമ്മൾ എപ്പോഴാണോ തിന്മയുടെ ആൾക്കാരാകുന്നത്, അപ്പോഴാണ് നമ്മുടെ ബുദ്ധിമുട്ട്, നമുക്ക് പരീക്ഷണങ്ങളും അദാബുകളും, നമുക്ക് നമ്മുടെ അധികാരികളൊക്കെ നമ്മൾക്കെതിരായി മാറുന്നത് അപ്പോഴാണെന്ന് മനസ്സിലാക്കുക. അതാണ് അവിടെ വിഷയം പറയുന്നത്. ഇനി അടുത്തത് 123 ആയത്ത്, അവസാനത്തെ ആയത്ത്. എന്താ പറയുക, വലിയ പാഠം നൽകുന്ന, നമുക്ക് ഇഖ്ലാസ് നൽകുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ആയത്താണ്. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർള്, വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർളി വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു ഫഅ്ബുദ്ഹു വതവക്കൽ അലൈഹി വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. എത്ര മനോഹരമാണ്. അള്ളാഹുവിനാണ് ആകാശഭൂമിയിലുള്ള ഒക്കെ ഉള്ളത്. നമ്മൾക്ക് കാണാത്തതുമെല്ലാം അള്ളാഹുവിനാണ്. വഇലൈഹി യുർജഉൽ അംറു. അള്ളാഹുവിനാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മടങ്ങുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നോക്ക്, നമ്മൾ മരണപ്പെടും, നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങും. എല്ലാം നമ്മളിൽ ഉള്ളതെല്ലാം അള്ളാഹുലേക്ക് മടങ്ങും. പിന്നെ എന്തിനാണ് ഇതൊരു നശ്വരമായ, ഒരു ടെമ്പററി ആയ ഒരു ജീവിതമാണ്. നമ്മൾ ഇതിൽ ഒരുപാട് നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മുടെ ഒരു വഴിപോക്കനെ പോലെ, ഹദീസിലൊക്കെ പറയുന്ന പോലെ നമ്മളിവിടെ ജീവിക്കണം. നമ്മൾ നാളെ മരിച്ചു, അള്ളാഹുലേക്ക് മടങ്ങും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ വന്നത്, അള്ളാഹുവാണ് നമ്മൾ സൃഷ്ടിച്ചത്, അള്ളാഹുവിലേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോവും. അതുകൊണ്ട് ഫഅ്ബുദ്ഹു വതവക്കൽ അലൈഹി. അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ, അള്ളാഹുവിൽ നിങ്ങൾ ബരമേൽപ്പിക്കൂ. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമൽ. അത് വലിയ പേടിപ്പിക്കുന്ന, അല്ലെങ്കിൽ വലിയ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ആയത്താണ്. അവിടെ ഒരു ഇതാണ്, വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങളെ പ്രവർത്തിക്കുന്ന ഒന്നിലും അള്ളാഹു അശ്രദ്ധനല്ല. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. എത്ര മൈന്യൂട്ടായ കാര്യമായാലും അള്ളാഹു കാണുന്നുണ്ട്. അത് 2 വായനയിലൂടെ നമുക്ക് വായിക്കാൻ പറ്റും. ഒന്ന്, തിന്മ. എത്ര നമ്മൾ ഈ തിന്മ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ നമ്മൾ വെക്കുന്ന അസൂയ, അതൊക്കെ അള്ളാഹു കാണുന്നുണ്ട്. മറ്റൊരു വശത്തിൽ നമ്മൾ എത്ര നന്മ ചെയ്തിട്ട് നമ്മൾ ആരോട് അറിയിക്കേണ്ട ആവശ്യമില്ല. വലത് കൈ കൊണ്ട് കൊടുത്തത് നമ്മൾ ഇടത് കൈ കൊണ്ട് അറിയിക്കേണ്ടതില്ല. അതൊക്കെ നമ്മൾ ചെയ്ത് ചില സമയത്ത് അങ്ങനെ ഉണ്ടാവും. നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കും, പക്ഷേ നമ്മൾക്കതിനുള്ള റിവാർഡോ പ്രശംസയോ നമുക്ക് കിട്ടൂല. അത് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യരുത്. അള്ളാഹുവാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അപ്പോൾ അതൊക്കെ അള്ളാഹു കാണുന്നുണ്ട്. അതൊന്നും വെറുതെയാകൂല. മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു അണുമണി തൂക്കമുള്ള നന്മയുണ്ടെങ്കിൽ ആ നന്മ നമ്മുടെ നാളെ പരലോകത്ത് കാണും. തിന്മയുണ്ടെങ്കിൽ അതും കാണും. അതാണ് ആ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതായാലും നമ്മൾ അവിടെ ആ ഹൂദ് സൂറത്ത് അവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സൂറ യൂസുഫ് സൂറ എന്ന് കേൾക്കുമ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമുള്ള ആർക്കും ഈ യൂസുഫ് നബിയുടെ ചരിത്രം സുപരിചിതമാണ്, പ്രസക്തമാണ്, അല്ലെങ്കിൽ വളരെ പരിചിതമുള്ള
എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറ യൂസുഫ്. അതുകൊണ്ട് ഈ സൂറയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾക്ക് ഇതിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പം അറിയാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിലോ മറ്റു പോയി സ്റ്റോറി ഓഫ് യൂസുഫ് അല്ലെങ്കിൽ യൂസുഫ് നബിയുടെ ചരിത്രം എന്ന് കൊടുത്താൽ 5 മിനിറ്റ് കൊണ്ടോ 7 മിനിറ്റ് കൊണ്ടോ നമുക്ക് യൂസുഫ് നബിയുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും പ്രസിദ്ധമായ ഖുർആനിൽ തന്നെ പറയുന്ന ഒരു അഹ്സനൽ ഖസസ് സൂറ യൂസുഫിനെ പറ്റി. ഖസസ് ഏറ്റവും മനോഹരമായ ചരിത്രം എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ സൂറ യൂസുഫിലുള്ള പ്രത്യേകതകൾ അതല്ലെങ്കിൽ സൂറ യൂസുഫ് നമുക്കറിയാം. എന്തിനാണ് ഇതിൻ്റെ സൂറ യൂസുഫ് എന്ന് പറയുന്നത്? യൂസുഫ് നബിയുടെ ചരിത്രമാണ് ഇതിൽ പറയുന്നത് മെയിൻ വിഷയം. കാരണം മറ്റുള്ള ചരിത്രം പോലെയല്ല. അപ്പോൾ മൂസാ നബിയുടെ മറ്റുമൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ ചരിത്രമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു ചെറുതു മുതൽ വലുതു വരെ അങ്ങനെയല്ല. അത് അള്ളാഹുവിൻ്റെ എന്തിനാണ് അങ്ങനെ അള്ളാഹു തന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെ എന്തിനാണ് നമ്മുടെ ഖുർആൻ അങ്ങനെയായത് എന്ന് വെച്ചാൽ ആ മൂസാ നബിയുടെ ചരിത്രം നമ്മൾക്ക് ഒരേ ഒരു രീതിയിൽ ചില സമയത്ത് മൂസാ നബിയുടെ ചരിത്രം മറ്റുള്ള സ്ഥലങ്ങളിലും ഉണ്ടാവും, മറ്റുള്ള ഇപ്പുറത്തൊക്കെ ഉണ്ടാവും. പക്ഷെ യൂസുഫ് നബിയുടെ ചരിത്രം ഒരു ചെറുതു മുതൽ യൂസുഫ് നബി ചെറുതു മുതൽ ജനനം മുതൽ അങ്ങ് മരണം വരെ എന്ന് പറയുന്നത് പോലെ ചെറുതു മുതൽ വലുതാവുന്നത് വരെ ഒരു കൃത്യമായി ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട് യൂസുഫ് നബിയുടെ ചരിത്രം. ആദ്യം ഇവിടെ പറയുന്നത് എന്താണ്? إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. യൂസുഫ് നബി അല്ലെങ്കിൽ യാക്കൂബ് നബിക്ക് 12 മക്കളാണ്, അറിയാം. ചെറിയ മോനാണ് യൂസുഫ് നബി. യൂസുഫ് നബി ഇപ്പോയോട് പറയുന്നുണ്ട് പിന്നെ യാക്കൂബ് നബിയെ അല്ലെങ്കിൽ യാ അബത്തി, എൻ്റെ പുന്നാര ഉപ്പ, ഞാനൊരു ഞാൻ 11 നക്ഷത്രങ്ങളെ കാണുന്നുണ്ട്. അതുപോലെ സൂര്യനെയും ചന്ദ്രയും ഇതൊക്കെ എനിക്ക് സുജൂദ് ചെയ്യുന്നത് പോലെ എനിക്ക് സ്വപ്നം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ പിന്നെ കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ് നോക്കാം. നമ്മുടെ സമയത്തിന് സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇനി വരുന്ന ജുസുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് നോക്കാം. അപ്പോൾ ഉപ്പ പറയുന്നുണ്ട്, മോനെ, പുന്നാര മോനെ, നിങ്ങൾ കണ്ട സ്വപ്നം, ഈ സ്വപ്നം ആരോടും പറയരുത്. നിന്റെ ഇഖ്വത്തുകളോട്, നിന്റെ സഹോദരന്മാരോട് പറയരുത്. അത് അസൂയുണ്ടാക്കും, പ്രശ്നമുണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു സൂറകളിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ഞാനൊരു ജസ്റ്റ് എണ്ണി പറയാം. തൗഹീദിൻ്റെ വിഷയം, ഫിഖ്ഹിൻ്റെ വിഷയം, ബയോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, പിന്നെ സ്വപ്നങ്ങളെ പറ്റിയുള്ള, രാഷ്ട്രീയത്തെ പറ്റി, പിന്നെ ഇനി ഈ കമാൻഡുകളെ പറ്റി, കൽപ്പനകളെ പറ്റിയിട്ട്, പിന്നെ ഇമോഷണലായിട്ടുള്ള കഥകൾ നമുക്കറിയാം ഒരുപാട്. അസീസ് പിന്നെ രാജാവ്, പിന്നെ സുലൈഖ ബീവി, അവരുടെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രം. പിന്നെ സമ്പത്തിനെ പറ്റിയിട്ട്, പ്രയാസങ്ങളെ പറ്റിയിട്ട്, സൗന്ദര്യത്തെ പറ്റിയിട്ട്, ഇഷ്കിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ സ്നേഹത്തെ പറ്റിയിട്ട്, തഖ്വയെ പറ്റിയിട്ട്, ശൈത്താനുമായി ബന്ധപ്പെട്ട വിഷയത്തെ പറ്റിയിട്ട്, മൃഗങ്ങളെ പറ്റിയിട്ട്, ബിസിനസ്സിനെ പറ്റിയിട്ട്, ഇൽമിനെ പറ്റിയിട്ടും, അറിവില്ലായ്മയെ പറ്റിയിട്ടും, സ്ത്രീകളെ പറ്റിയും, അതുപോലെ ഏകത്വത്തെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒഴിഞ്ഞിരിക്കുന്ന പറ്റിയും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ഈ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് സാഹചര്യം പോലെ എന്തൊക്കെ പറയാൻ പറ്റും, അല്ലാഹു ആലം. ഏതായാലും നമുക്ക് ഇന്ന് ഇവിടെ ചുരുക്കമാണ്, അവസാനിപ്പിക്കുകയാണ്. എന്തായാലും പിന്നെ ഇതിന് അഹ്സനുൽ ഖസസ് പറയാൻ വേറെ വിഷയം കൂടിയുണ്ട്. ഈ ഒരു യൂസുഫ് നബിയുടെ ചരിത്രം പ്രവാചക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും ഏകദേശം സാമ്യത പോലെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. യൂസുഫ് നബിയുടെ ജീവിതവും പ്രവാചക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും സിമിലാരിറ്റി ഉള്ളതുപോലെ കാണാൻ പറ്റും. കാരണം നമ്മൾ ഈ കുടുംബത്തിൻ്റെ വിഷയം എടുക്കുകയാണെങ്കിൽ യൂസുഫ് നബിയെ കുടുംബത്തിൽ നിന്ന് പിന്നെ സഹോദരന്മാരെ കൊണ്ട് അവരെന്ത് ചെയ്തു, നമുക്കറിയാം അവരെ യൂസുഫ് നബിയെ ഒരു കിണറിൽ അവർ എറിയുകയും അത് പിന്നെ യാത്രക്കാർ കൊണ്ടുപോവുകയും അങ്ങനെ അസീസിനെ വിളിക്കുകയും വേറൊരു രാജ്യത്ത് പോയി വേറൊരു ഏരിയയിൽ പോയി ജീവിക്കുകയും വേണ്ടി വന്നു. അതേപോലെ പ്രവാചകർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ടി വന്നു. നീണ്ട വിഷയമാണ്, ഒരു വിഷയം അത്.
അതേപോലെ തന്നെ പിന്നെന്താണ് ഈ വളരെ പ്രധാനപ്പെട്ടിട്ട് ഈ എന്താ പറയുക യൂസുഫ് നബി ഇങ്ങനെ യൂസുഫ് നബിയുടെ സഹോദരന്മാരും മറ്റുമൊക്കെ ആക്രമിച്ചപ്പോൾ വഞ്ചന നടത്തിയപ്പോൾ അവസാനം യൂസുഫ് നബിക്ക് അധികാരം കിട്ടുകയും യൂസുഫ് നബി വലിയ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തപ്പോൾ തിരിച്ച് അടിക്കാൻ അല്ലെങ്കിൽ തിരിച്ച് പക വീട്ടാൻ ഒരു സാഹചര്യം വന്നപ്പോൾ യൂസുഫ് നബി ചെയ്തത് നിങ്ങൾ മോചിതരാണ്, എനിക്കൊന്നും ഞാൻ നിങ്ങളിലേക്ക് പ്രതികാരം എടുക്കൂല എന്ന് യൂസുഫ് നബി പറഞ്ഞു. അതേപോലെ പ്രവാചക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും നബി തങ്ങളെ ആക്രമിക്കുകയും ആട്ടിക്കുകയും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്തപ്പോൾ അവസാനം മക്ക വിജയം ഇസ്ലാമിന്റെ വിജയം കൈവരിച്ചപ്പോൾ അല്ലെങ്കിൽ കിട്ടിയപ്പോൾ ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുമായിരുന്നു. മക്ക മുശ്രിക്കുകളോട് എന്തും പ്രവർത്തിക്കാൻ പറ്റുന്ന വലിയ അധികാരമുണ്ടായിരുന്നു. പക്ഷേ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ കടലാണ്, റഹ്മത്തുൽ ആലമീനാണ്, ലോകർക്ക് അനുഗ്രഹമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മളെ പരമാവധി പ്രവാചകൻ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് പറയാം. അപ്പോൾ തന്നെ നമ്മുടെ പരിഹാരങ്ങളൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അള്ളാഹു കാണിച്ചു തരും, അള്ളാഹു അത് ചെയ്തു തരും. പിന്നെ ഈ സലാത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള അമാലുകള്, പിന്നെ ദിക്ർ അദ്കാറുകള്, പിന്നെ നിസ്കാരങ്ങള്, മറ്റു സൽക്കർമ്മങ്ങളൊക്കെ നമ്മളത് നമ്മുടെ ആത്മാർത്ഥതയോട് ചെയ്താലാണ് നമുക്ക് കൂലി കിട്ടാം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ദുനിയാവിന് വേണ്ടി ചെയ്താൽ കൂലി കിട്ടുന്നില്ല, ചിലപ്പോൾ കുറ്റം കിട്ടിയെന്ന് വരും. പക്ഷെ ഈ സ്വലാത്ത് എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥയോട് പറഞ്ഞാലും അല്ലേലും അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വലിയ തസ്ബീഹൊക്കെ പിടിച്ചൊരു സലാത്ത് പറഞ്ഞാലും കൂലി കിട്ടും. അതാണ് സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബിതങ്ങളും അങ്ങനത്തെ ഒരു പ്രതികാരം വീട്ടാൻ സാഹചര്യം വന്നപ്പോഴും നബിതങ്ങൾ ചെയ്തത് അന്തും തുലഖാ, നിങ്ങൾ മോചിതരാണ്, പോയിക്കോ എന്ന് മക്ക മുശ്രിക്കുകളോട് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏതായാലും ഞാൻ ഈ ഒരു യൂസുഫ് നബിയുടെ ചരിത്രം നമ്മൾ പറയേണ്ടതില്ല വിശദമായിട്ട്, കാരണം നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ് യൂസുഫ് നബിയെ അങ്ങനെ ആക്രമിക്കുകയും വേറൊരു മിസ്റിലേക്ക് പോവുകയും അവിടെ ഒരാൾ അസീസ് അവരുടെ ഒരു മന്ത്രി വാങ്ങുകയും അങ്ങനെ അവരുടെ ഭാര്യ പിന്നീട് സുലൈഖ എന്ന് പറയുന്നവർ റളിയല്ലാഹു അൻഹ പിന്നീടൊക്കെ ശരിയായിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും അതൊക്കെ നീണ്ട വിഷയമാണ്. ഏതായാലും അവരുടെ ഭാര്യ ഇവരിലേക്ക് യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ട് ആഗ്രഹിക്കുകയും അങ്ങനെ നമുക്കറിയാം തിന്മയിലേക്ക് ക്ഷണിക്കുകയും, പക്ഷേ യൂസുഫ് നബി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തൗഫീഖ് കൊണ്ട് അതിലേക്ക് പോവാതെ പിന്തിരിയുകയും അങ്ങനെ പിന്നെ യൂസുഫ് നബി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബാക്കിൽ അവരുടെ അസീസ് എന്നവരുടെ ഭാര്യ വലിക്കുകയും കുപ്പായം കീറുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവിടെ നാട്ടുകാരിൽപ്പെട്ട ഒരാൾ ആരോപിച്ചു യൂസുഫ് നബിയെ, ഈ പറഞ്ഞ അസീസ് എന്ന അവരുടെ ഭാര്യ അവരാണ് തിന്മയിലേക്ക് ക്ഷണിച്ചത്, ഞാനല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ യൂസുഫ് നബി പറഞ്ഞു, ഇല്ല ഞാനല്ല, അവരാണ് ക്ഷണിച്ചത് എന്ന്, ഞാനതിലേക്ക് കൂട്ടുനിന്നില്ല, അങ്ങനെയാണ് എൻ്റെ ഇങ്ങനെ. അപ്പോൾ ഒരു ജഡ്ജ് എന്ന രീതിയിൽ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, അവരുടെ യൂസുഫ് നബിയുടെ കമീസ്, അവരുടെ വസ്ത്രം മുമ്പിൽ നിന്നാണ് കീറിയതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും യൂസുഫ് നബിയാണ് തിന്മയിലേക്ക് ക്ഷണിച്ചത്. കാരണം ഒരു പെണ്ണിനെ ഇങ്ങനെ വലിക്കുമ്പോൾ പെണ്ണാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അപ്പൊ യൂസുഫ് നബിയുടെ മുൻവശത്ത് വസ്ത്രം കീറാൻ സാധ്യതയാണ്. ഇതല്ല, പെണ്ണാണ് വലിച്ചതെങ്കിൽ, യൂസുഫ് നബിയാണ് ഓടാൻ ശ്രമിച്ചതെങ്കിൽ ബാക്കിൽ നിന്നാണ് കീറ. അപ്പോൾ വസ്ത്രം നോക്കിയപ്പോൾ ബാക്കിൽ നിന്നാണ് കീറിയത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഏതായാലും പെണ്ണ് വലിയ സമ്പന്നനാണ്, ഈ പ്രസിദ്ധിയുള്ള ഫേമസ് ആയ പോപ്പുലറിറ്റിയുള്ള ഒരു പെണ്ണായിരുന്നല്ലോ. അതുകൊണ്ട് അവർക്ക് അവരുടെ ഒരു അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി യൂസുഫ് നബിയെ തന്നെ ജയിലിലിട്ടു. അങ്ങനെ പിന്നീട് ജയിലിൽ നിന്ന് മോചനം നൽകി. അങ്ങനെയൊക്കെ നീണ്ട വിഷയമാണ്, നമുക്കറിയാം. അതായത് യൂസുഫ് നബിയുടെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം. അറിയാത്തവർക്ക് ഞാൻ പറയാണ്, നിങ്ങളുടെ യൂട്യൂബിലേക്ക് പോയി യൂസുഫ് നബിയുടെ ചരിത്രം എന്ന് അടിച്ചു കൊടുത്ത 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ
اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين آمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. اللهم اجعل علمنا نافعا اللهم انصر إخواننا في فلسطين. നിങ്ങളെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കാര്യത്തിൽ ഏറ്റെടുക്കണേ. നമ്മുടെ സഹോദരന്മാർക്ക് നിങ്ങളുടെ 5 വക്ത് നിസ്കാരത്തിലും മറ്റുമൊക്കെ തഹജ്ജുദ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അതിൻ്റെ വിഷയങ്ങളൊക്കെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നടത്തുന്നുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താണ്. ആ തഹജ്ജുദിൻ്റെ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അള്ളാഹുവിൻ്റെ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇരട്ടി പ്രതിഫലമുണ്ടാവും. അത് നിങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ചും ആ സമയത്തൊക്കെ നമ്മുടെ സഹോദരന്മാരായ ഗസയിലുള്ള, ഫലസ്തീനിലുള്ള മുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹുവേ നീ അവർക്ക് ശാന്തിയും സമാധാനം വിജയവും നീ നൽകണേ അള്ളാഹുവേ ശത്രുക്കളെ അവർക്ക് നീ ബോധം നൽകല്ല, അവർക്ക് തിരിച്ചറിവ് കൊടു അല്ലാഹ്. അമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.